നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിലും UDFിലും മുന്നണി വിപുലീകരണ ചർച്ചകൾ സജീവമാകാൻ കാരണമെന്ത്? ഉപതെരഞ്ഞെടുപ്പ് വിജയം എന്തുകൊണ്ട് UDFിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനു പകരം ആശങ്കയിലാഴ്ത്താൻ കാരണമായി? 2022 മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ കേരള കോൺഗ്രസിനെയും ജോസ് കെ മാണിയെയും കിട്ടാവുന്ന ഏത് ചെറു പാർട്ടികളെയും എന്ത് വില കൊടുത്തും മുന്നണിയിലെത്തിക്കാൻ UDF ഒരുമ്പെട്ടിറങ്ങിയതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്? രാഷ്ട്രീയ കേരളം ഏറെ കൗതുകമുണ്ടാക്കുന്ന ഈ ചോദ്യത്തിന് പിന്നാലെയാണ്. ഉത്തരം തേടി തലപുകഞ്ഞ് വാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട കാര്യമില്ല. നേരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മാത്രമെടുത്ത് ശാസ്ത്രീയമായി അവലോകനം ചെയ്താൽ മാത്രം മതി. ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഫലം മാറ്റിമറിക്കുക നിലവിലുള്ള സർക്കാരിനെതിരായ ഭരണവിരുദ്ധ തരംഗം തന്നെയാണ്. മറ്റു കാരണങ്ങളെല്ലാം ചില മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമെങ്കിലും ഭരണത്തിനെതിരായ ജനവികാരമുണ്ടെങ്കിൽ മാത്രമേ മൊത്തം വോട്ടർമാരിലും അത് പ്രതിഫലിക്കൂ. ഭരണവിരുദ്ധത ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് 2021 ഇടതുപക്ഷം 2016 മികച്ച വിജയവുമായി തുടർ ഭരണത്തിലേക്ക് കടന്നത്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇഴകീറി പരിശോധിക്കുമ്പോഴും ഭരണവിരുദ്ധ വോട്ട് ഇല്ലെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 9 വർഷം LDF MLA ആയിരുന്ന PV അൻവർ പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ ഭരണത്തിന് അനുകൂലമായി ലഭിക്കേണ്ട വോട്ട് 2 സ്ഥാനാർത്ഥികൾക്കായി ഭിന്നിച്ചു പോയതുകൊണ്ട് മാത്രമാണ് വലതുപക്ഷ സ്വഭാവമുള്ള ആ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് എന്ന് കാണാൻ പറ്റും. ഇടതുപക്ഷത്തിനും PV അൻവറിനും കിട്ടിയ ഭരണാനുകൂല വോട്ട് ഒന്നിച്ചു ചേർത്താൽ ഇപ്പോഴും ആ മണ്ഡലത്തിൽ 2021 ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിനേക്കാളും 6000-ഓളം വോട്ടുകൾ ലഭിച്ചതായി കാണാം. അതായത് ഭരണാനുകൂല വോട്ട് ഒരു പെട്ടിയിൽ വീണിരുന്നുവെങ്കിൽ 2021 കനത്ത തോൽവി UDF നിലമ്പൂരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നേനെ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അടക്കം മുഴുവൻ പ്രതിപക്ഷ വോട്ടുകളും സമാഹരിക്കാനായ ആര്യാടൻ ഷൗക്കത്തിന് 2021 UDF നേടിയ വോട്ട് പോലും നിലനിർത്താനായില്ലെന്ന അപകടം കോൺഗ്രസ് തിരിച്ചറിഞ്ഞതിന്റെ പ്രതിഫലനമാണ് മുന്നണി വിപുലീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത്. ഈ തിരിച്ചറിവാണ് ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് എത്തിക്കാനുള്ള ചരടുവലികൾക്ക് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. നിലമ്പൂർ ഫലം വിലയിരുത്തിയ നേതാക്കൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം നഷ്ടപ്പെടുകയായിരുന്നു. ഇതേ കണക്കുകൂട്ടൽ ജോസ് കെ മാണിയും ഇടതുപക്ഷവും എതിർപാളയത്തിലും സ്വാഭാവികമായും നടത്തിയിട്ടുണ്ടാകും. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് മുന്നണി മാറ്റം മാധ്യമങ്ങൾ വിവാദമാക്കുമ്പോഴും ഒരു സംശയത്തിന് പോലും ഇടം നൽകാതെ തങ്ങൾക്കു വേണ്ടി തിളപ്പിച്ച വെള്ളം വാങ്ങിവെച്ചേക്കൂ എന്ന് പറയാൻ ജോസ് കെ മാണിക്ക് ധൈര്യം നൽകുന്നതും. മധ്യ കേരളത്തിലെ 41 സീറ്റിൽ ലഭിക്കാറുള്ള ആധിപത്യമാണ് UDFിനെ 2000-ന് ശേഷം അധികാരത്തിൽ എത്തിച്ചിട്ടുള്ളത് മുഴുവൻ. ആ ബെൽറ്റിൽ നിന്നാണ് ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റവും കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ച് BJP ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചോർച്ചയും. ഇത് നികത്താനാകാതെ ഭരണത്തിൽ തിരിച്ചെത്താനാകില്ലെന്ന യാഥാർത്ഥ്യ ബോധ്യം ഇപ്പോൾ UDF നേതാക്കളിലുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തെ പൂർണ്ണമായി ലഭിച്ചില്ലെങ്കിൽ പിളർത്തി ഒരു വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്താനാകുമോ എന്ന ഭാഗ്യപരീക്ഷണമാണ് ഇപ്പോൾ UDF മാധ്യമങ്ങൾ വഴിയുള്ള ചർച്ചകളിലൂടെ പ്രതീക്ഷിക്കുന്നത്. ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദളിനെയും UDF പ്രതീക്ഷിച്ചെങ്കിലും മുന്നണി വിടാൻ തയ്യാറല്ലെന്ന് അവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇടതുമുന്നണിയിൽ ഈ കാര്യത്തിൽ നിലവിൽ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് മാത്രമല്ല ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. കൃത്യമായ കണക്കുകൂട്ടലിലൂടെ തന്നെയാണ് സർക്കാർ അവസാന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർന്നപ്പോൾ തന്നെ ജനങ്ങളിലെ സർക്കാർ വിരുദ്ധത കുറഞ്ഞതായും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വാഗ്ദാനങ്ങൾ വരും മാസങ്ങളിൽ നടപ്പിലാക്കുന്നതോടെ ജനപിന്തുണ വർദ്ധിക്കുമെന്നും LDF കണക്കുകൂട്ടുന്നുണ്ട്. പെൻഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് 2000 ആയി വർദ്ധിപ്പിക്കുവാനും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3-4 മാസം മുൻപേ തന്നെ വാഗ്ദാനം നിറവേറ്റി 2500 രൂപയായി വർദ്ധിപ്പിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുമാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് എന്ന് ഉറപ്പാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ പോലും ഇപ്പോൾ തന്നെ ധാരണയുണ്ടാക്കിയതായാണ് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ തവണ പാലാ സീറ്റിന്റെ പേരിലാണ് മുന്നണിയുമായി പിണങ്ങി മാണി സി കാപ്പൻ UDFിലേക്ക് പോയിരുന്നത്. KM മാണിയുടെ തട്ടകത്തിൽ തന്നെ വിജയിക്കണമെന്ന ജോസ് കെ മാണിയുടെ മോഹങ്ങൾ മാണി സി കാപ്പന് മുൻപിൽ തകർന്നടിയുകയായിരുന്നു. ഈ തവണയും പാലായിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരേണ്ടതില്ലെന്നും വിജയമുറപ്പുള്ള സീറ്റിൽ മത്സരിച്ച് മന്ത്രിസഭയുടെ ഭാഗമാകണമെന്നും പിണറായി വിജയൻ ജോസ് കെ മാണിയോട് ആവശ്യപ്പെട്ടതായും ഇതിന്റെ ഭാഗമായി കേരള കോൺഗ്രസുകളുടെ ശക്തി കേന്ദ്രമായ കടുതുരുത്തിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ ജോസ് കെ മാണി ആരംഭിച്ചതുമായാണ് സൂചന. നിലവിൽ 4000-ഓളം വോട്ടിന് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ KM മാണിയുടെ മകൻ മത്സരത്തിനിറങ്ങുന്നതോടെ അനായാസ വിജയം ഉറപ്പാണ്. കഴിഞ്ഞ തവണ അവിടെ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി മത്സരിച്ച സ്റ്റീഫൻ ജോർജിനെ ജോസ് കെ മാണിക്ക് പകരം രാജ്യസഭാ MP ആക്കാനും കേരള കോൺഗ്രസ് തത്വത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു.
പാലാ സീറ്റിന്റെ പേരിൽ മാത്രം മുന്നണിയിൽ നിന്ന് പിണങ്ങിപ്പോയ മാണി സി കാപ്പൻ UDFിൽ തുടരുന്നുണ്ടെങ്കിലും അവിടെ തൃപ്തനല്ലെന്നും 2026 പാലായിൽ തന്നെ മത്സരിക്കാൻ അവസരം നൽകിയാൽ തന്നെ താനാക്കി മാറ്റിയ ഇടതുമുന്നണിയിലേക്ക് തിരിച്ചുവരാൻ മാണി സി കാപ്പന് എതിർപ്പുണ്ടാകില്ലെന്നുമാണ് അറിയുന്നത്. ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ രഹസ്യമായി നടക്കുന്നതായും ഏത് നിമിഷവും മാണി സി കാപ്പൻ UDF ബന്ധം ഉപേക്ഷിക്കാൻ ഇടയുണ്ടെന്നുമാണ് വിശ്വസനീയ വിവരങ്ങൾ. ദുർബലമായ UDF മുന്നണിയിൽ തുടരുകയും ഭരണം ലഭിക്കാതെ പോവുകയും ചെയ്താൽ രാഷ്ട്രീയമായി ഉണ്ടാകുന്ന തിരിച്ചടി UDFിലുള്ള ചെറു പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ആദ്യ അവസരം മുതലെടുത്ത് സുരക്ഷിത താവളത്തിലെത്താൻ മാണി സി കാപ്പൻ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ലഭിക്കുന്ന സൂചനകൾ വെച്ച് LDFിൽ നിന്ന് പാർട്ടികളെ അടർത്തിയെടുക്കാൻ പുറപ്പെട്ട UDF പാളയത്തിൽ നിന്ന് ചിലർ ഏതു നിമിഷവും മറുകണ്ഠം ചാടിയേക്കാൻ ഇടയുണ്ട്. പലരും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ചിത്രം കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും സൂചനയുണ്ട്. 2010 കേരളത്തിലെ 50% തദ്ദേശ സ്ഥാപനങ്ങളിൽ ജയിച്ചിട്ടും 2011 തെരഞ്ഞെടുപ്പിൽ കേവലം 72 സീറ്റുകൾ മാത്രമാണ് UDFിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ 60% തദ്ദേശ സ്ഥാപനങ്ങളെങ്കിലും UDFിനെ ജയിച്ചാൽ മാത്രമേ ഭരണമാറ്റ സൂചനയായി വിലയിരുത്താനാകൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്.